വീണ്ടും ഓൾഫാക്ഷനിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ ടേസ്റ്റിൽ പറയാൻ വിട്ടുപോയ ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വരികയാണല്ലോ, തിരിച്ചു വരികയാണ്. നമ്മൾ ഓൾഫാക്ഷനിലേക്ക് തന്നെ വരാം. നമ്മൾ ലാസ്റ്റ് സ്ട്രക്ചർ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഓൾഫാക്ടറി മെംബ്രെയിനെ കുറിച്ചും ഓൾഫാക്ടറി എപ്പിത്തീലിയം, അങ്ങനെ ഓരോ സ്ട്രക്ചറും കാര്യങ്ങളും സപ്പോർട്ടിങ് സെല്ലും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സ്ട്രക്ചർ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും. അതിൽ വിട്ടുപോയ ഒരു ഭാഗമാണ് ഓൾഫാക്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൊമാൻസ് ഗ്ലാൻഡ്. ഓക്കെ, അത് പറഞ്ഞ സമയത്ത് അതിൽ ഗ്ലാൻഡ് പിക്ചറിൽ കാണുന്നുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഓൾഫാക്ടറി ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചഡ് ആണ്, ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഓക്കെ, ട്യൂബ് പോലെയുള്ള സ്ട്രക്ചറാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൻ്റെ താഴെയാണ് ഈ ഒരു ഓൾഫാക്ടറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ബൊമാൻസ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു സീറസ് ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. നമ്മുടെ സീറസ് ഫ്ലൂയിഡ് വിച്ച് ലൈൻസ് ദ ഓൾഫാക്ടറി എപ്പിത്തീലിയം, അത് ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ ലൈൻ ചെയ്തിട്ട് കിടക്കും. ഈ സീറസ് ഫ്ലൂയിഡ്, അതിപ്പോൾ നമ്മൾ മൂക്കിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൂയിഡ് അറിയാമല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഒരു യെല്ലോ പിഗ്മെൻറ്റും കൂടെ ഈ ഒരു ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൻ്റെ താഴെ സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡാണ് ഓൾഫാക്ടറി ഗ്ലാൻഡ്. ഓൾഫാക്ടറി ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ് ബൊമാൻസ് ഗ്ലാൻഡ്. ഇത് ഒരു യെല്ലോ പിഗ്മെൻറ്റും കൂടെ ഒരു സീറസ് ഫ്ലൂയിഡിന് പുറമെ ഒരു ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലേക്ക് ഒരു സീറസ് ഫ്ലൂയിഡിനെ എന്നിട്ട് ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിൽ ലൈൻ ചെയ്ത് കിടക്കും. അതിനെ കൂടാതെ ഒരു യെല്ലോ പിഗ്മെൻറ്റ് കൂടെ ഈ ഒരു ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഓൾഫാക്ടറി പാത്വേ ആണ്. നമ്മൾ ഇനി സ്ട്രക്ചർ പറഞ്ഞു, ഇനി ഓൾഫാക്ടറി പാത്വേ പറയാം. ഓൾഫാക്ടറി പാത്വേ പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുക. ഓക്കെ, ഓൾഫാക്ടറി പാത്വേയിൽ ആദ്യം വരുന്നത് സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് മീൻസ് സ്റ്റിമുലസ് എന്നല്ല, നമ്മൾ എല്ലാതും പോലെ തന്നെ പാത്വേ ആയതുകൊണ്ട് തന്നെ ഒരു റിസപ്റ്റർ ഉണ്ടാകും, ഒരു ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഉണ്ടാകും, ഫസ്റ്റ് ഓർഡർ ന്യൂറോൺ ഉണ്ടാകും, സെക്കൻഡ് ഓർഡർ ന്യൂറോൺ ഉണ്ടാകും, ചിലതിൽ തേർഡ് ഓർഡർ ന്യൂറോൺ ഉണ്ടാകും. പിന്നെ റേഡിയേഷൻ അല്ലെങ്കിൽ ട്രാക്റ്റൊക്കെ ആയിട്ട് നേരെ എന്തിലേക്ക് ലാസ്റ്റ് ബ്രെയിനിൽ സെറിബ്രൽ കോർട്ടെക്സിലേക്ക്, അതിലേത് ഭാഗമാണ്, ഏത് സെൻസേഷനാണോ അതിനനുസരിച്ച് ആ ഭാഗത്തേക്ക് പോകും. ഇതാണ് ഒരു ജനറലായിട്ടുള്ള ഒരു പാത്വേ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓരോന്നിനനുസരിച്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ മാറും എന്നുള്ളതാണ്. ഓക്കെ, ഈ സ്റ്റിമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾഫാക്ടറി എപ്പിത്തീലിയത്തിലേക്ക് വരുന്ന പുറത്തുനിന്ന് നമ്മൾ എയറിൽ നിന്ന് ഇൻസ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ആ എയറിലൂടെ വരാറുണ്ട്. വോളറ്റൈലാവാം, അതേപോലെ വാട്ടറോ ലിപ്പിഡോ ആയിട്ടുള്ള സോലുബിളോ ആയിട്ടുള്ള വാട്ടറിലോ ലിപ്പിഡിലോ സോളുബിൾ ആയിട്ടുള്ള വോളറ്റൈലായിട്ടുള്ള എന്തായിരിക്കാം, ഈ ഒരു പാർട്ടിക്കിൾസ് ആയിരിക്കാം സ്റ്റിമുലസ് ആയിട്ട് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു പാർട്ടിക്കിൾസ് ഹൈ ലിപ്പിഡ് ആൻഡ് വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇതിൽ എല്ലാം ഒരുപോലെ തന്നെ ആവണമെന്നില്ല. അപ്പോൾ ആ വരുന്ന പാർട്ടിക്കിൾസിൽ നല്ല ലിപ്പിഡ് ആൻഡ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവയ്ക്ക് നല്ല സ്ട്രോങ് ഓഡേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നല്ല മണം ഉണ്ടായിരിക്കും. വെള്ളത്തിലോ അല്ലെങ്കിൽ ലിപ്പിഡിലോ ഹൈലി സോലുബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലേ? അതേപോലെ സബ്സ്റ്റൻസസ് കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ വരുന്ന പാർട്ടിക്കിൾസിൻ്റെ കാർബൺ ആറ്റത്തിന് സെയിം നമ്പറൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ട്രക്ചറിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻ്റ് ഓർഡർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഹ്യൂമൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത് 10,000-ഓളം ഡിഫറെൻ്റ് ഓർഡേഴ്സാണ്. 10,000 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ല് അല്ലെങ്കിൽ ഓർഡേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, ഇത് ഇന്നതിൻ്റെ മണമാണ്, അത് ഇതിൻ്റെ മണം. ഇപ്പോൾ പൂക്കളാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കിയാലും അതിനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ നമ്മളതാണ് നമുക്ക് ഫസ്റ്റായിട്ട് സ്റ്റിമുലസിനെ കുറിച്ച് പറയാനുള്ളത്. സ്റ്റിമുലസ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുന്നതാണ് സ്റ്റിമുലസ്. അത് ഹൈലി എന്താ പറയുക, അത് വോളറ്റൈൽ, ഫാറ്റ് സോലുബിൾ ഓർ വാട്ടർ സോലുബിളൊക്കെ ആയിരിക്കാം. അതിൽ ഹൈലി വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ ആയിട്ട് അല്ലെങ്കിൽ ലിക്വിഡ് സോലുബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നല്ല ഓർഡേഴ്സ് ഉണ്ടാകും. പിന്നെ ഓർഡറിൻ്റെ കാര്യം പറയുമ്പോൾ സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ് എന്നുണ്ടെങ്കിൽ പോലും ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും. പിന്നെ പറഞ്ഞ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-ഓളം ഡിഫറെൻ്റ് ഓർഡേഴ്സിന് ഹ്യൂമൻ ബീയിങ്ങിന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ബാക്കി നെക്സ്റ്റ് പറയാം.